ഈ കഥയിൽ അമ്മയും മകനും എപ്പോഴും വഴക്കായിരുന്നു. എന്ന് ഞാൻ ശരിയാക്കി തരാം. നീ എപ്പോഴും ഇങ്ങനെ പഴം തിന്നുകൊണ്ടിരുന്ന നീ ഒരു പഴക്കുട്ടനായി മാറും, നീ ഒരു പഴമായി മാറും, നോക്കിക്കോ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഇവൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എപ്പോൾ നോക്കിയാലും പഴം കഴിച്ചുകൊണ്ടേയിരിക്കും. നീ ഇങ്ങനെ പഴം പുഴുങ്ങിയ പോലെ ഇരിക്കാതെ ആ കോഴികളെയൊക്കെ ഒന്ന് കൂട്ടിലാക്കിക്കൂടെ? അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കൂ. മിണ്ടരുത് നീ. പോയി പശുവിനെ അഴിച്ചു കേട്ടടാ. നിന്നോടാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഈ ഒരു മാന്ത്രിക പഴത്തിനെ കുറിച്ച് അറിവ് കിട്ടുന്നത്. അവൻ്റെ ബാക്ക് യാർഡിൽ തന്നെയുള്ള ഒരു പഴമായിരുന്നു. അത് തൊഴുത്തിലുള്ള കാര്യം അവനും അവൻ്റെ കൂട്ടുകാരൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അത് പൂത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനത് പറിച്ച് കഴിക്കാൻ ആരംഭിച്ചു. പഴം കഴിച്ചതും അവൻ്റെ മനസ്സിലുള്ള ആ രൂപം പുറത്തു വന്നു. പഴ അപ്പൂപ്പൻ. അതൊരു മാന്ത്രിക അപ്പൂപ്പൻ കൂടിയായിരുന്നു. പഴ അപ്പൂപ്പൻ ചോദിച്ചു, നിനക്ക് ഞാനൊരു വരം തരാം. നീ തമാശയൊന്നും പറയരുത്. നിന്റെ വരം നിനക്ക് ഉപയോഗത്തിൽപ്പെടണം. ഓഹോ, നിങ്ങൾ വരം തരുന്ന അപ്പൂപ്പനാണല്ലേ? അവനൊരു സംശയം തോന്നി. ഇതെല്ലാം ഫലിക്കുമോ? അപ്പൂപ്പൻ പറഞ്ഞു, ഇതെല്ലാം ഫലിക്കും. നീ ചോദിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് അനിമൽസിൻ്റെ ഭാഷ മനസ്സിലാക്കണം. എനിക്ക് അവരോട് സംസാരിക്കണം. അപ്പൂപ്പൻ പറഞ്ഞു, തഥാസ്തു. അവൻ ഞെട്ടി. അവൻ ചോദിച്ച വരം അവന് കൊടുത്തുന്നു. അവൻ അത് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൂപ്പൻ പറഞ്ഞു, ഇത് നിനക്കൊരു വയ്യാവേലിയായി മാറരുത് കേട്ടോ. വയ്യാവേലിയോ? അവൻ അപ്പോഴത് മനസ്സിലായില്ല. പക്ഷേ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും മനസ്സിലായത്. അവിടെ ഉണ്ടായിരുന്ന പല്ലി, പഴുതാര, പാറ്റ എല്ലാവരും അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആട് വന്ന് അതിനെ അഴിച്ചു വിടാൻ പറയുന്നു. പൂച്ച വന്ന് നിന്റെ സീക്രട്ട് എല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നു. അങ്ങനെ അവൻ എല്ലാം കേട്ട് എന്തോ പോലെ തോന്നി. കാക്ക വന്ന് കേട്ട് അവനോട് വർത്താനം പറയുന്നു. ഓരോ മൃഗങ്ങളും അവനോട് ഉറങ്ങാൻ നേരം വരെ വർത്താനം പറയുന്നു. അല്പം വിശ്രമിക്കാൻ വിചാരിച്ച് കടന്നപ്പോൾ അടുത്ത് വന്നിരുന്ന് കാക്ക ക്രൗ 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 ക്രൗ. അത് തന്നെ അവൻ ആകെ വിഷമമായി. അവൻ അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, എന്താ അതിൻ്റെ പ്രശ്നം? കാക്കകളോടും ആടിനോടും പൂച്ചയോടും എല്ലാം അവൻ ചോദിച്ചു. പക്ഷെ അവർക്ക് ആർക്കും ഇവൻ്റെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് അവർ പറയുന്നത് മാത്രം ഇവൻ കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ഒരു കാര്യം തീരുമാനിച്ചു. നാളെ തന്നെ ആ പഴാപ്പൂപ്പനെ തിരിച്ചു ചെന്ന് കണ്ട് ഈ വരം തിരിച്ചു കൊടുക്കണം. എന്നാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. ദിവസം അവൻ ആ പഴപ്പൂപ്പനെ കണ്ട ഇടത്ത് തന്നെ ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് വേറൊരു ജിന്നായിരുന്നു. ആ ജിന്നിനോട് അവൻ കാര്യം പറഞ്ഞു. ജിന്ന് പറഞ്ഞു, ഇനി അപ്പൂപ്പൻ വരില്ല, നിനക്ക് ഞാൻ വേറൊരു വരം തരാം. നീ ഒരു പഴം കൂടി കഴിക്കുകയാണെങ്കിൽ നിനക്ക് വേറൊരു ശക്തി കിട്ടും. ഈ ശക്തി നിന്നിൽ നിന്ന് പോവുകയും ചെയ്യും. അവന് വളരെ സന്തോഷമായി. ഈ മൃഗങ്ങളുടെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നടക്കുമ്പോഴാണ് അവൻ ആ ജിന്ന് പറഞ്ഞ പോലത്തെ ഒരു മാന്ത്രിക ചക്ക കാണുന്നത്. അവന് മനസ്സിലായി, ഈ ചക്ക കഴിച്ചാലേ എൻ്റെ വരം പോകും. പക്ഷേ മറ്റൊരു വരം കിട്ടുമല്ലോ, അതെന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ ആ ചക്കയുടെ അടുത്തേക്ക് നടന്നു.